ഒരു കഥ சொல்லிட்டா സാർ. രാജ്യത്തെമ്പാടും ദേശീയ ഗീതത്തിന് അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ. എതിരെ കോൺഗ്രസും ജിഹാദികളും ഉയർത്തിയ വെല്ലുവിളിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇത്തരം വന്ദേ മാതര സദസ്സ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിൽ വി.ഡി. സതീശൻ മാത്രം വന്ദേ മാതരം ഗീതം ഒഴിവാക്കിക്കൊണ്ടാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് പറയാം. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖ്യമന്ത്രിയാണ് ഇയാളെന്ന്, ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ അടിമയാണ് ഇയാളെന്ന് തെളിയിച്ചിരിക്കുന്നു. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. ഈ കഴിഞ്ഞ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വന്ദേ മാതരം ചൊല്ലാത്ത ഒരേ ഒരു മുഖ്യമന്ത്രി ഈ വി.ഡി. സതീശനാണ്. വന്ദേ മാതരം പാടിയത് കൊണ്ട് ചോദ്യപേപ്പർ ചോർന്നത് ശരിയാക്കപ്പെടില്ലല്ലോ, പെട്രോളിന്റെ വില കുറയില്ലല്ലോ, ഇവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടില്ലല്ലോ. അപ്പൊ നിങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. മിസ്റ്റർ വി.ഡി. സതീശൻ, നിങ്ങളെ കുറിച്ച് നമ്മുടെ ജൻസി കുട്ടികൾ പറയുന്നത് നിങ്ങൾ പൂക്കി മുന്ദ്ര മുഖ്യമന്ത്രിയാണ്, അല്ല നിങ്ങളൊരു പോക്കിരി മുഖ്യമന്ത്രിയാണ്. നീ ഇത്ര മണ്ടറായി പോയല്ലോ. രാജ്യദ്രോഹിയായ പോക്കിരിയാണ് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. പാണ്ടി കരിമ്പാറ മക്കളോട് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞുതരാം. തീവ്രവാദി നിങ്ങളെ തന്ത, ഭീകരവാദി നിങ്ങളെ ബാക്കിയുള്ള തന്തമാർ. വി.ഡി. സതീശന്റേത് കള്ളച്ചിരിയാണ്, ആത്മാർത്ഥതയില്ലാത്ത ചിരിയാണ്. പല സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു. എന്ത് ദ്രോഹാടോ സത്യം. നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അന്ന് വെച്ചു പൊറപ്പിക്കുന്ന പ്രശ്നമില്ല, അതിനോടൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. അതിനോടൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണ് വി.ഡി. സതീശൻ നിയന്ത്രിക്കുന്നത്. അവർ രാജ്യദ്രോഹികളാണ്. എന്റെ പുണ്യനെ എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചിരിക്കും? സെക്യുലർ നിലപാടിനും മതേതര നിലപാടിനും ഒരു കോംപ്രമൈസും ഇല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല, പിന്നെ ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പോണ ഒരു കോംപ്രമൈസും അങ്ങനെ വേണം. കേരളത്തെ ഭിന്നിപ്പിക്കാൻ സമ്മതിക്കില്ല. വരാനിരിക്കുന്ന തലമുറകൾ സൗഹാർദ്ദത്തോടു കൂടി, നമ്മുടെ മക്കളും കൊച്ചുമക്കളും സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു കേരളം ഇപ്പോ ഏറെക്കുറെ നമ്മൾ ഹാപ്പിയായി. അത് തകർക്കാൻ ഒരു ശക്തിയെ സമ്മതിക്കില്ല. എന്തു വില കൊടുത്ത് അതിനെ എതിർക്കും. അതെ, കേരളത്തിന്റെ നീ ഒരു ഗതി കിട്ടാപ്പേദം പോലെ ഒഴുകുന്നത് എനിക്ക് കാണണം. പക്ഷേ വർഗീയത പറയരുത്. ബി.ജെ.പിയുടെ പരിപാടി എന്താണ്? വിദ്വേഷ പ്രചരണമാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്വേഷ പ്രചരണം നമ്മളെ ഭിന്നിപ്പിക്കാനാണ്. ഒന്നോർത്തോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നു. അതൊന്നും സമ്മതിക്കില്ല കേരളത്തിൽ. അതേപോലെ ഒരു പോറൽ വീഴ്ത്താൻ സമ്മതിക്കില്ല. ഒരു പോറൽ വീഴ്ത്താൻ. നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ, നിന്നെ മടക്കി ഒടിച്ച് ചുരുട്ടി കൂട്ടും ഞാൻ.